നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പോലീസിനെ കണ്ടാൽ ഒന്നും ഭയക്കാത്തവരായിട്ട് ആരുമില്ല. നമ്മൾ തെറ്റൊന്നും ചെയ്തിട്ടില്ല എങ്കിലും പോലീസ് യൂണിഫോമിൽ നമ്മുടെ നാട്ടിലൂടെയൊക്കെ പോലീസുകാർ പോകുന്നത് കാണുമ്പോൾ നമുക്കുള്ളിൽ ഒരു ആദിയാണ്. എന്താണ് സംഭവിക്കുന്നത്? ഇവരെന്തിനാണ് ഇവിടെ വന്നത്? അങ്ങനെയുള്ള ആദി. പക്ഷേ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴൊരു വീഡിയോ കറങ്ങുന്നുണ്ട്. അതായത് പോലീസുകാരെ കണ്ട് അസഭ്യം പറയുന്ന ഒരു വ്യക്തി പോലീസുകാരോട് വലിയ മോശമായിട്ടുള്ള രീതിയിൽ ആംഗ്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ടാണ് സംസാരം. പക്ഷേ പുള്ളിക്ക് കെട്ടിറങ്ങിയതോടെ പുള്ളി വേഗം എത്തി ഇതേ പോലീസുകാരോട് സെല്യൂട്ട് അടിക്കുന്ന രീതി. സോഷ്യൽ മീഡിയ സംഭവം വൈറലാണ്. എന്തായാലും നാട്ടിൽ വളരെ വലിയ തലവേദനയായിരിക്കുന്ന ഒരു മനുഷ്യൻ, ഒരു മദ്യപാനിയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലെ തരംഗം. ഇവിടെ മറ്റൊരു വിഷയം കൂടെയുണ്ട്. അതായത് പെൺകുട്ടികളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി എപ്പോഴും ഒരു പെപ്പർ സ്പ്രേ കയ്യിൽ കരുതണം എന്ന് പറയുന്ന ഒരു സൊസൈറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. അതേ പെപ്പർ സ്പ്രേ ആണ് ഈ പറയുന്ന ഈ സാമൂഹിക വിരുദ്ധനിൽ നിന്ന് ഈ പോലീസുകാർക്ക് സംരക്ഷണം നൽകിയിരിക്കുന്നത് എന്നുള്ള ഒരു കൗതുകകരമായിട്ടുള്ള ഒരു കാര്യം കൂടെ ഇവിടെയുണ്ട്. അതായത് പോലീസുകാർക്ക് നേരെ ബോധമില്ലാതെ പാഞ്ഞെടുത്ത ഈ മദ്യപാനിയെ തങ്ങളിൽ നിന്ന് അകറ്റാൻ വേണ്ടി പോലീസുകാരൻ ഉപയോഗിച്ച പ്രയോഗം പെപ്പർ സ്പ്രേ പ്രയോഗമാണ്. കണ്ണിൽ പെപ്പർ സ്പ്രേ അടിച്ച് അതിന്റെ നീറ്റൽ കൊണ്ട് കുറച്ചു നേരം ആൾക്ക് കിളിപോയി. പിന്നെ കാര്യം മനസ്സിലാക്കി ബോധം തിരിച്ചു വന്നപ്പോൾ പോലീസ് എമാന്മാരോട് സെല്യൂട്ട് നൽകി അവരോട് മാന്യമായിട്ടുള്ള സംസാരം. ഓന്ത് മാറുമോ ഇതുപോലെ? എന്തായാലും സോഷ്യൽ മീഡിയയിൽ സംഭവം വൈറലാണ്. ബസ് സ്റ്റാൻഡിലാണ് ഇത്തരത്തിൽ മദ്യലഹരിയിലെത്തിയ ഒരാൾ സ്ത്രീകളോടും കുട്ടികളോടും അടക്കം വളരെ മോശമായിട്ടുള്ള രീതിയിൽ അസഭ്യം പറഞ്ഞ് സംസാരിക്കുന്നതൊക്കെ പോലീസുകാർ ശ്രദ്ധിക്കുന്നത്. അങ്ങനെ പോലീസുകാർ ഇയാളുടെ സമീപത്തെത്തുകയായിരുന്നു. അങ്ങനെ പോലീസ് എത്തിയപ്പോൾ പോലീസിനോടും ഇയാൾ ഇതേ രീതിയിൽ സംസാരിക്കുന്നതാണ് സംഭവം. അങ്ങനെ പോലീസുകാരോട് മോശമായിട്ടുള്ള രീതിയിൽ സംസാരിച്ച് പോലീസുകാർക്ക് അടുത്തേക്കെത്തിയ ഇയാൾ പോലീസ് വണ്ടിയിലേക്ക് തലയിടാൻ നോക്കിയ സമയത്ത് പോലീസുകാർ ആ അറ്റ കൈ പ്രയോഗം അങ്ങ് പ്രയോഗിച്ചു. കയ്യിലുണ്ടായിരുന്ന പെപ്പർ സ്പ്രേ എടുത്ത് അയാളുടെ മുഖത്തേക്ക് അടിച്ചു. അവസാനം കണ്ണ് നേറി അയാൾ പിറകോട്ട് വലിഞ്ഞു. വ്യാഴാഴ്ച വൈകിട്ട് അടിമാലി ബസ് സ്റ്റാൻഡിലാണ് ഇത്തരത്തിൽ മദ്യലഹരിയിൽ പോലീസുകാരുടെ തലമണ്ടയ്ക്ക് കയറാൻ ശ്രമിച്ച ഇയാളുടെ വീഡിയോ പുറത്തു വരുന്നത്. മച്ചിപ്ലാവിൽ താമസിക്കുന്ന മാങ്കുളം താളുംകണ്ടം സ്വദേശിയായിട്ടുള്ള യുവാവാണ് ഇത്തരത്തിൽ സംഭവത്തിൽ പോലീസിനെതിരെ ആക്രമണം അഴിച്ചുവിടാൻ ശ്രമിച്ചത് എന്നുള്ളതാണ് വിവരം. ട്രാഫിക് പോലീസ് സ്ഥലത്തെത്തിയതോടെ അസഭ്യവർഷം ചെരിഞ്ഞതിന് ശേഷമാണ് സംഭവങ്ങൾക്ക് ഒരു തിരശ്ശീല വീഴുന്നത്. മഴയുള്ള സമയമായിരുന്നു. ആ മഴ പോലും വകവെക്കാതെ വാഹനങ്ങളെ ചുറ്റി നടന്ന അശ്ലീല പദപ്രയോഗങ്ങൾ നടത്തി വളരെ മോശമായിട്ട് ബിഹേവ് ചെയ്യുകയായിരുന്നു ഇയാൾ. ഇതിന് പിന്നാലെയാണ് സ്ഥലത്തെത്തിയ പോലീസിനോടും ഇയാൾ ഇത്തരത്തിൽ വളരെ മോശമായിട്ടുള്ള രീതിയിൽ സംസാരിക്കാൻ തുടങ്ങിയത്. അങ്ങനെ എസ്ഐക്ക് നേരെ അശ്ലീല പ്രയോഗം നടത്തുന്നതിനിടെയാണ് വാഹനത്തിൽ കരുതിയിരുന്ന മുളക് സ്പ്രേ ഉപയോഗിച്ച ഉദ്യോഗസ്ഥർ ഇയാളെ ആക്രമിക്കുന്നത്. ഇതോടെ മുഖം പൊത്തി അടുത്തുള്ള കടത്തിണ്ണയിലിരുന്ന യുവാവ് അരമണിക്കൂറിന് ശേഷം സ്റ്റാൻഡ് വിട്ടുപോയി. പക്ഷേ പിന്നീട് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഇയാളെ സംബന്ധിച്ച് നിരവധി പരാതികൾ ലഭിച്ചിട്ടുണ്ട് എന്ന് പോലീസ് വ്യക്തമാക്കുന്നു. എന്തായാലും ഈ പ്രദേശത്ത് മദ്യപിച്ചെത്തി സ്ഥിരമായി പ്രശ്നമുണ്ടാക്കുന്ന ഒരാളാണ് ഇയാൾ എന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ആളുകൾ തിങ്ങി നിൽക്കുന്നത് ഇടത്ത് വന്ന് അസഭ്യവർഷം നടത്തുന്ന രീതി ഇയാൾക്കുണ്ട് എന്നും പലതവണ പോലീസ് ഇയാൾക്ക് താക്കീത് നൽകിയതാണെന്നും പോലീസ് വ്യക്തമാക്കുന്നു. പോലീസ് പെപ്പർ സ്പ്രേ പ്രയോഗിച്ചിട്ടും ഇന്നലെ വൈകിട്ടും ഇയാൾ മദ്യലഹരിയിലെത്തി യുവാവ് സമാന രീതിയിലുള്ള സംഭവങ്ങൾ കാഴ്ചവെച്ചു എന്നുള്ളതാണ് വിവരം. എന്തായാലും ഇത്തരം സാഹചര്യങ്ങളിൽ പെപ്പർ സ്പ്രേ ഉപയോഗിക്കുന്നതടക്കം വളരെ സമയോചിതമായിട്ടുള്ള ഒരു തീരുമാനമാണ് എന്നുള്ളൊരു സന്ദേശം കൂടെ ഈ ഒരു വീഡിയോയിലൂടെ പുറത്തു വരുന്നുണ്ട്. പോലീസിന്റെ നിർണായകമായിട്ടുള്ള ഇടപെടൽ, മദ്യലഹരിയിൽ ഇത്തരത്തിൽ സാമൂഹിക ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെയാണ് ഈ വീഡിയോയുടെ പ്രസക്തി. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ചില ട്രെയിനിൽ നിന്ന് ചില റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതായത് മദ്യവും സിഗരറ്റും ഒക്കെ വലിച്ച് കയറ്റിയിട്ട് യാത്രക്കാരെ പോലും ബുദ്ധിമുട്ടിക്കുന്ന, ഒരു സിവിക് സെൻസ് പോലും ഇല്ലാത്ത രീതിയിൽ ആളുകളെ ബുദ്ധിമുട്ടിക്കുന്ന ഒരുപാട് യാത്രക്കാർ. അത്തരം യാത്രക്കാർക്കെതിരെ ശക്തമായിട്ടുള്ള നടപടികൾ വേണം എന്നുള്ള ആവശ്യങ്ങൾ ഉയരുന്നതിനിടയിലാണ് പൊതുമധ്യത്തിൽ ഇത്തരത്തിൽ ലഹരി ഉപയോഗിച്ചുകൊണ്ട് നിരവധി ആളുകൾ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത്. എന്തായാലും ഓപ്പറേഷൻ തൂഫാൻ ഇത്തരം ആളുകളെയൊക്കെ തന്നെ വൈകാതെ തന്നെ പിടികൂടും എന്നുള്ള പ്രതീക്ഷയിലാണ് പൊതുജനങ്ങൾ. എന്തായാലും ഞാൻ ഈ പറഞ്ഞ സംഭവവുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാണ്.